നോമ്പുകാലം തുടങ്ങിയ പിന്നെ നമ്മുടെ അടുക്കള മെയിൻ ആയിട്ട് ഓൺ ആവുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കേട്ടോ. എന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് നോമ്പ് തുറക്കുന്ന ആ സമയത്ത് വെക്കുന്ന ജ്യൂസ്, വെള്ളം, സ്നാക്സ് ഇതിലൊക്കെ ആയിരിക്കും. നോമ്പ് തുറക്കുന്നതിന് മുൻപ് ഒരുപാട് വെള്ളങ്ങൾ കുടിക്കണം എന്നുള്ള ആഗ്രഹത്താല് എങ്ങനെ വന്നാലും 2 ടൈപ്പ് വെള്ളമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ പൈനാപ്പിൾ ജ്യൂസും പാഷൻ ഫ്രൂട്ട് സ്കോഷ് കലക്കിയത് ഞാൻ നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇക്കാക്ക വന്നപ്പോൾ സ്നാക്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ് കേട്ടോ. ഉമ്മച്ചി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിടിപിടിയെന്ന് എടുത്ത് അരിഞ്ഞുന്നുണ്ട്. ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ, പച്ചക്കറികൾ അരിയാനായിട്ട്. പലഹാരം ഉണ്ടാക്കലേ ചോറ് കറികളൊക്കെ ഉമ്മച്ചിയുടെ ഏരിയയാണ് കേട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വന്നാൽ മാത്രം ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. എക്സ്പ്രഷൻ ക്യൂൻ കാര്യമായിട്ട് ഇവിടെ ഇരുന്ന് എക്സ്പ്രഷൻ ഇട്ട് രണ്ടാമത്തെ നോമ്പ് പറയാണ് കേട്ടോ. ബാങ്ക് കൊടുത്തപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറന്നു. ഈ ചൂട് ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ജ്യൂസും വെള്ളമൊക്കെ ഇങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒന്ന് സൈഡ് ആവും കേട്ടോ. പിന്നെ നോമ്പ് തുറ കഴിയുമ്പോഴേക്കും എന്റെ ഹംനാടെ കോസ്റ്റ്യൂമിനൊക്കെ ചേഞ്ച് വരാറുണ്ട്. അബ്ബേ മോനും കൂടി ഇതേ പള്ളി പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി കുറച്ച് നേരം ഹയാസിന്റെ പരിപാടി ഈ സ്കേറ്റിംഗ് ഷൂവിന്റെ മുകളിലായിരിക്കും. ഹംനാണെങ്കിൽ ഹയാസ് ഈ ഷൂ ഒന്ന് ഊരിടാൻ കാത്തിരിക്കായിരിക്കും കേട്ടോ, അവൾക്ക് ഇടാനായിട്ട്. അരഞ്ഞാണോ കൂരി ദയിക്കാന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫാമിലി ടൈം ആണ്. നമുക്ക് അടുത്ത വീഡിയോ